ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഡോണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് ആ ഡോണ്ടിനെ തുടക്കത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഡോണ്ട് യു സ്പീക്ക് ഇംഗ്ലീഷ് എന്നാകാം ചോദ്യം. ഈ ഷിറ്റ് പറയുന്നത് ഡെസ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ആ ഡെസ് പറഞ്ഞ ആ ഒരു വാചകം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ഹീ ഷിറ്റ് എവരിബഡി അല്ലേ? അതൊന്ന് വേർതിരിച്ചൊന്ന് മനസ്സിലാക്കി നോക്കിക്കേ. ഹീ ഷീ ഇറ്റ് എവരിബഡി. പിന്നെ സുരേഷ് ഗോപി എന്നുള്ള പേരും കൂടെ ഓർത്താൽ മതി, നെയിം. അപ്പോൾ ഹീ ഷീ ഇറ്റ് എവരിബഡി നെയിം. ഇത്തരത്തിൻ്റെ കൂടെ നമുക്ക് ഡസ് ആണ് പ്രയോഗിക്കുന്നത്. വീഡിയോസ് ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഇ ബുക്ക് ഉണ്ട്. അതിലൊക്കെയും ഈ തരത്തിലുള്ള രീതിയാണ് നമ്മൾ തുടരുന്നത്. ആ സ്പീക്ക് ഡൂ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്ന് ആ ഡൂവിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ആ സ്പീക്കിനുള്ളിൽ ഒരു ഡൂ ഉണ്ട്, അതിന് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ഇംഗ്ലീഷിൻ്റെ അടിത്തറ ഒരുക്കി കൊടുക്കുന്ന ഒരു പണിയാണ് ഇംഗ്ലീഷ് മാജിക്ക് ചെയ്യുന്നത്.